സാധിച്ചു. മഹാത്യാഗങ്ങൾ അനവധിയുണ്ട്. ഉമ്മയന്മാരായ മാത്രമല്ല, ശത്രു സൈന്യത്തെ തിരിച്ചോടിക്കാൻ ചിത്രം കൂടെ നീങ്ങിച്ചെന്ന് രാജശാൻ വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. അദ്ദേഹം രാജശാന്റെ ഒരു പ്രത്യേകത, രാജശാന്റെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന വികാര സ്നേഹമാണ്. രാജശാനോട് നമ്മളോടൊക്കെയുള്ള സ്നേഹമാണ് ഈ രീതിയിൽ താമസം നിറഞ്ഞ് നമ്മളെല്ലാവരും ഒരുപാട് തിരക്കുണ്ടായിട്ട് രാജശാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇത് കോഴിക്കോട് പോകേണ്ട ദിവസമാണ്. പക്ഷെ രാജശാൻ വലിയ ദൈവവിശ്വാസിയായിരുന്നു കോഴിക്കോട് ഹർത്താലല്ല. എനിക്ക് കോഴിക്കോട് പോകണം. ഈ രാജശാന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. കാറിലെങ്കിലും കോഴിക്കോട് പോകാൻ ഇരുന്നപ്പോഴാണ് കോഴിക്കോട് ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇനി അങ്ങോട്ട് പോകേ വേണ്ട എന്നാൽ രാജശാന്റെ ആ ഒരു സ്നേഹത്തിലാണ് ആർക്കും ഇവിടെ വന്ന ആർക്കും രാജശാന്റെ ക്ഷണം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇൻവിറ്റേഷൻ നിരസിക്കാൻ കഴിയാത്തവരാണ്. ആ നല്ല മനസ്സ്. രാജശാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അന്ന് രാജശാൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന അന്ന് വളരെ പ്രശസ്തരല്ലാത്ത രണ്ടുപേർ, ഒരു നായകനെ ഒരു നായിക അദ്ദേഹം തെരഞ്ഞെടുത്തു. ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ താരമായ വിക്രമാണ് നമ്മുടെ നായകൻ. ലൈല എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റ് നായികയായി മാറിയ കുട്ടിയാണ് അതിന്റെ നായിക. ഇവർ രണ്ടുപേരും അന്ന് വലിയ പടമൊന്നുമില്ല. വിക്രമിനെ അഭിനയിക്കാനുള്ള ആഗ്രഹമായി ഏത് പടം കിട്ടിയാലും അഭിനയിക്കാൻ നടക്കുന്ന കാലത്താണ് വിക്രമെ. പക്ഷെ ഇന്നിപ്പോ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ നായകനെയും നായികയും രാജശാൻ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും രാജശാന്റെ ആ ഒരു നൈപുണ്യം ഇവർക്ക് ഉണ്ടാകും. ഇവർ മലയാള സിനിമയിലെ നല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നായക നായികയായിട്ട് മാറും എന്നാണ് എന്റെ വിശ്വാസം. രാജശാനെ പരിചയപ്പെട്ട കാലത്തുണ്ട്. ഞാൻ സിനിമയിൽ എനിക്ക് രാജശാൻ അഭിനയം സിനിമ അതുപോലെ രാജശാന്റെ പാഷൻ അത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ അഴിഞ്ഞു ചേർന്നത്. അദ്ദേഹം ആർമിയിലായിരുന്നു, ക്യാപ്റ്റനായിരുന്നു, ഒരുപാട് ഡിസിപ്ലിൻ ഉള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്. പക്ഷെ അതിനുപരി ഈ സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖലയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് അത്ഭുതപ്പെടുന്നു. ആ ഒരു മനസ്സുള്ള രാജശാൻ അവനായി 99.99 എന്നുള്ള പ്രാവശ്യം പേരിട്ടേക്ക് വളരെ ടീച്ചറാകുമ്പോൾ പവനായി 100 മാർക്ക് വാങ്ങിയിട്ട് 100% ആ ഒരു രാജശാന്റെ സിനിമയോടുള്ള ആ ഒരു സ്നേഹം, ഒരു നല്ല സിനിമ എടുക്കാനുള്ള ഒരു ആഗ്രഹം, അതെല്ലാം ഈ സിനിമയിലൂടെ പ്രതിഫലിക്കട്ടെ. ഇത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായി മാറ്റാൻ രാജശാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി. പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ഗണേശ്, ബഹുമാനായ ക്യാപ്റ്റൻ എന്നത് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഞങ്ങളോടൊപ്പം ഞാൻ അദ്ദേഹത്തിന് ഈ പുതിയ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. രാജു ചായന്റെയും ബേബി ചായന്റെയും ഇതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും എടുത്തു പറയേണ്ട ഒരു കാര്യം, നായക്ക് താടി വന്നാൽ അമ്പട്ടന് എന്ത് ഗുണം? അതായത് പട്ടിക്ക് മുടി വെളുത്താൽ ബാർബർക്ക് ഒരു ഗുണമില്ല. പക്ഷെ പാവനായി ഒരു സക്സസ് ആയാൽ ബേബിച്ചായനും രാജുച്ചായനും ഈ കിട്ടുന്ന പണം മുഴുവൻ 10 വീടും 10 ഭാര്യയും 10 കാറും ഉണ്ടാക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് പാവങ്ങൾക്ക് തന്നെ പോകും. അതുകൊണ്ട് ഈ പണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കാണണം. കാരുണ്യ ലോട്ടറിയുടെ പരസ്യം പോലെ നിങ്ങൾ ഈ സിനിമ കാണുന്നതിലൂടെ ഈ പണത്തിന്റെ ഒരു പങ്ക് പാവങ്ങൾക്കും സമൂഹത്തിനും എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. പണത്തിലേക്ക് പുതിയതായിട്ട് എല്ലാവരും വരുന്നത് ഫെയിം കിട്ടാനും കാശ് കിട്ടാനുമാണ്. നമ്മുടെ രാജുച്ചായൻ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എറിയാൻ അറിയാവുന്നതിന്റെ അടുത്ത് തമ്പുരാൻ വഴി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പണത്തിന് എല്ലാ ആശംസകളും. 100 ദിവസം ഉള്ള പണത്തിൽ ഒരു 10 ദിവസം ഞങ്ങളുടെ പണം കാണും. കാരണം ആ പൈസ പാവങ്ങൾക്ക് എത്തുന്ന ഉറപ്പാണ്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ആ പണം കാണണം. ഇതൊരു വൻ വിജയമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.
നിത്യോക്തം നിത്യമുക്തം നിഗമസദ സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥം ബ്രഹ്മതത്വം തത്താവത്വാദി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജയാനാ. Hello,